മഴ തോറും മുമ്പ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീനയും രോഹിത്തുമായിട്ട് കോളേജിൽ അവിടുത്തെ എല്ലായിടത്തും സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു. എന്നാൽ അവിടെ പോയപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നുണ്ട്, എന്തായാലും ഈ കുട്ടിയെ ഇവിടെ ചേർത്ത് പഠിപ്പിക്കാൻ നമുക്ക് സമ്മതമില്ല. ഇത്രയും കേസിൽ വന്ന കുട്ടിയെ എല്ലാ കുട്ടികൾക്കും അതൊരു പ്രശ്നമാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പം അലീന പറയുന്നുണ്ട്, എന്തായാലും ഒരു തെറ്റ് പറ്റാത്ത ആരുമില്ല, എന്തായാലും നിങ്ങളത് ക്ഷമിച്ച് ഇവിടെ ചേർക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മാനേജ്മെൻറ്റ് തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ വീണ്ടും സംസാരിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ഇത്രയും പ്രശ്നമായ ഒരു കുട്ടി, ഇത്രയും കേസിലൊക്കെ പെട്ട കുട്ടിയെ നമ്മളിതിലൂടെ ചേർക്കുക എന്ന് വെച്ചാൽ നമ്മളെ മാനേജ്മെൻറ്റിന് തന്നെ അതൊരു പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീനയ്ക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്തിനും അതിനേക്കാൾ സങ്കടമാണ്. വീട്ടിലിരുന്ന രോഹിത്തിനെ എല്ലാം പറഞ്ഞ് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വിടണമെന്നൊരാഗ്രഹത്തോടെ അലീനയും ബാലചന്ദ്രനും തീരുമാനിച്ചതാണ്. പക്ഷേ ഇങ്ങനെയാവുമെന്ന് അവരും വിചാരിച്ചില്ല. അങ്ങനെ സങ്കടത്തോടെ പോയിട്ട് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. വന്നപ്പോഴത്തേക്കും കൃഷ്ണ പറയുന്നുണ്ട് ബാലചന്ദ്രന്, എന്താ പോയ കാര്യമെല്ലാം ശരിയായോ? അപ്പോഴത്തേക്കും പറയുക, ഇല്ല, ഒന്നും ശരിയായില്ല. ഞാൻ വിചാരിച്ചു അവർ പറയുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കി അത് പൊറുക്കുമെന്ന് വിചാരിച്ചു. ഇതൊരു വലിയ തെറ്റല്ലല്ലോ അവൻ ചെയ്തത്. പക്ഷേ അവൻ്റെ പേരിൽ വന്നത് പത്രത്തിലും ടി വിയിലും എല്ലാത്തിലും വന്നത് എല്ലാവരും കണ്ടതല്ലേ, അതൊക്കെ പെട്ടെന്ന് ആരും മറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയാണെങ്കിൽ അവൻ്റെ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഏതെങ്കിലും വഴി തുറക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ബാലചന്ദ്രനും അങ്ങനെ തന്നെ പറയുന്നത്, എന്തായാലും അവനെ നമുക്ക് വിഷമിപ്പിക്കാൻ പാടില്ല, എങ്ങനെയെങ്കിലും അവൻ രക്ഷപ്പെട്ടതാണ് വലുത്, ഇനി അവൻ്റെ ഭാവി അത് ഏതെങ്കിലും വഴി തുറക്കുന്ന അലീന പറയും പോലെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. മോനെ വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരു കാര്യം നമ്മളൊന്ന് ആലോചിക്കുക, ഒന്നല്ലെങ്കിൽ അതൊന്ന് വേറെ ആയിരിക്കും, അതുകൊണ്ട് വിഷമപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് വിഷമമില്ല അച്ഛാ, പക്ഷേ അലീന ചേച്ചി അവരുടെ അടുത്ത് ഇത്രയും താഴ്മയോട് പറഞ്ഞിട്ടും അവരാണെങ്കിൽ അലീന ചേച്ചി നിന്ന ഒരു സാന്ത്വനം ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാലും ആ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചതും ഇത്രയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നിട്ട് ഞാൻ അത് മനസ്സിലാക്കാൻ വൈകിയിരുന്നോ എന്നാണ് അലീനയെക്കുറിച്ച് പറയുന്ന രോഹിത്ത്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, അങ്ങനെയാണ് അവളെ സ്വഭാവം തന്നെ, അങ്ങനെയാണ് എന്നെ തന്നെയാണ് മാറ്റിമറിച്ചത്, അവളെ ഓരോരോ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ളവരില്ല, പക്ഷേ നിൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് ഇത് മനസ്സിലാകാത്തേ എന്ന് പറയുക. ഇത് കേട്ടിട്ട് രോഹിത്ത് പറയുന്നുണ്ട്, എന്തായാലും അമ്മയ്ക്കും വരും ഒരു മാറ്റം, എനിക്ക് വിഷമമില്ല, എന്നാലും ആദ്യമൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തേക്കും എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ തെറ്റിലേക്ക് ഞാൻ പോവേണ്ടല്ലായിരുന്നു, എന്നാലും എന്നെ കൊണ്ടുപോയതാണ്, എന്തായാലും പറ്റിപ്പോയി, ഇനി ആ വഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും നീ ക്ഷമിക്കുന്ന ഒരു കുട്ടിയാണ്, എല്ലാം കൊച്ചിലെ അതുപോലെ ആയിരുന്നു, എന്നാൽ ഇപ്പോഴത്തേക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വഴിതെറ്റിപ്പോയതാണ്, എനിക്കതിൽ വിഷമമുണ്ട്, എന്നത് നിൻ്റെ അമ്മയുടെ വാക്ക് കേട്ടല്ലേ, ഇനി അതിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ അലീനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലീനയെ ഒരു അച്ഛനെ തിരിച്ചറിയാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക, ആരായിരിക്കും, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ കൃഷ്ണ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോഴും അവളത്തെ അച്ഛൻ ഞാനാ, എന്തായാലും അവൾ എന്നെ അച്ഛനാന്ന് വിളിക്കുന്നത്, പക്ഷേ ജീവനോടുകൂടെ ഉണ്ടെങ്കിൽ അത് ചേച്ചി അങ്ങോട്ട് തിരിച്ചു പോകില്ലേ എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, എന്തായാലും അത് അച്ഛനാണെങ്കിൽ ഉണ്ടെങ്കിൽ പോട്ടെ, പോയാലും ഞങ്ങളിവിടെ മറക്കത്തൊന്നുമില്ല അലീന എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രനാണെങ്കിൽ ഓടി വരുന്നുണ്ട്. വന്നിട്ട് വൈജയന്തിയുടെ അടുത്താണ് പോകുന്നത്. വൈജയന്തിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നിട്ട് ആദ്യം പോവേണ്ടത് വൈജയന്തിയുടെ അടുത്ത റൂമിലിരിക്കാം, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അവളിവിടെ ഇല്ലാത്ത കാര്യം, എനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഓർമ്മയാണ് ഉണ്ടാകുന്നത്, എന്നാലും ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോഴത്തേക്ക് ആർക്കായിരുന്നാലും ഒരു വിഷമം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുന്നുണ്ട്,
എന്തായാലും ഇപ്പം പുറത്ത് നമ്മുടെ അടുത്ത് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമാണ് എല്ലാത്തിലും അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അങ്ങനെ ശരണ്യയുടെ അച്ഛൻ്റെ അടുത്ത് വീണ്ടും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ നിന്ന് ഹരിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ തന്നെ അവരെ ഒരു ഗുണ്ടകളൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അത് ഹരി പറഞ്ഞയച്ചിട്ടാണ്. ഇതൊക്കെ കണ്ടിട്ട് അവർ ഭയങ്കര വിഷമത്തിലിരിക്കുകയും അതുപോലെ തന്നെ അവിടെയാണെങ്കിൽ പേടിച്ചിരിക്കുക ശരണ്യയുടെ അമ്മയും. അച്ഛനാണെങ്കിൽ റോഡിൽ പോയിട്ട് കാണാനുമില്ല. എന്താന്ന് പറഞ്ഞ് അന്വേഷിച്ചിരിക്കുമ്പോഴത്തേക്കാണ് വന്ന് പറയുന്നത് അടുത്തുള്ള ഷാജി ആട്ടോയിലുള്ള എന്ന് പറയുക. എന്തായാലും ചേട്ടൻ നടന്നുകൊണ്ട് വന്നിരുന്നപ്പോൾ ആരോ കാറിൽ കയറ്റി കുറേ തല്ലി പുറത്തേക്ക് ഇട്ടു. പക്ഷേ അത് ആരാന്ന് എനിക്ക് തോന്നുന്നത് ആ ഹരിയുടെ അച്ഛൻ പറഞ്ഞയച്ചിട്ട് ആളുകളെന്നാണ് തോന്നുന്നത്. കുറേ പ്രാവശ്യം വന്ന് പറഞ്ഞായിരുന്നു ഈ കേസിൽ നിന്ന് മാറണമെന്ന്. എന്നാൽ ഒരിക്കലും അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ചെയ്യുമെന്ന് കരുതിയില്ല. ഞങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ആ വീട്ടിൽ പോയതില്ലേ. എന്നാൽ ആ കുടുംബക്കാർ ഇപ്പോഴും നമ്മളെ ശല്യം ചെയ്തില്ലേ. അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശരണ്യ പറയുന്നുണ്ട്, ഇല്ല, ഇത് അലീന ചേച്ചി അറിഞ്ഞു കാണില്ല. ഞങ്ങളെ ദ്രോഹിക്കണമെന്ന് ഒരു ഉദ്ദേശവുമില്ല. എന്തോ ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശരണ്യ അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട്. അച്ഛൻ പോയിട്ട് ഇത്ര നേരമായിട്ട് കണ്ടില്ല. എന്നാൽ ഷാജിച്ചനും പറയുന്നത് ഇവിടെ ആരോ അടിച്ചിട്ടിരിക്കണമെന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുക. ചേച്ചി ഇവരത് അറിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആണോ? ഞാനിതൊന്നും അറിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇത് ഹരിയെ വലിയ തീരുമാനമായിട്ടാണോന്നും അറിയത്തില്ല. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്. ബബിതയുടെ അടുത്ത് എല്ലാവരും പോകുന്നുണ്ട് കാണാൻ വേണ്ടി. അപ്പോഴത്തേക്കും അലീനയും പറയുന്നുണ്ട്, എന്തായാലും ഇത് ഹരിയായിരിക്കും ഇതൊക്കെ ചെയ്തത്. ഇവരുടെ അടുത്തുള്ള വൈരാഗ്യം കൊണ്ടായിരിക്കും. അപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഇത്രത്തോളം നമ്മൾ ദ്രോഹിച്ചിട്ട് ഞങ്ങളോടുള്ള വൈരാഗ്യം തീർന്നില്ലേ? അത്രയ്ക്ക് ഞങ്ങൾ എന്ത് തെറ്റാ അവരുടെ അടുത്തൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുന്നു, എന്തായാലും ഈ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് നമ്മളിപ്പം വിഷമിച്ചിരിക്കുകയല്ലേ. ഓരോന്ന് വരുത്തി വയ്ക്കാൻ നിമിഷങ്ങൾ വേണ്ട. എന്നാൽ അവനാണെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവക്കാരനാണ്. ഒരു മാറ്റവും വരില്ല. എൻ്റെ കൊച്ചിനെ തന്നെ കൊണ്ടുപോയി ചതിച്ചത് അവനാണ്. അല്ലെങ്കിൽ ഇപ്പം കോളേജ് വരെ പോകാമായിരുന്നു. അതിന് പോലും പറ്റുന്നില്ല. അവൻ്റെ കൂട്ടുകെട്ട ആദ്യം നശിച്ചു പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അലീന പറയുന്നു, എന്തായാലും എല്ലാവർക്കും മാറ്റം വരും. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ആരെയും വിചാരിച്ചില്ലല്ലോ. ഒരു നിമിഷം കൊണ്ടല്ലേ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ വൈജയന്തിയുടെ വീട്ടുകാരാണെങ്കിൽ ശിവനാണെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നു. എന്നിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുകയായിരുന്നില്ലേ ഇത്രയും കാലം എൻ്റെ മുന്നിൽ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അലീന പറയുന്ന, അപ്പോൾ എന്തായാലും ശിവങ്ങൾ അറിഞ്ഞു കാണില്ല. ഇത് ഹരിയുടെ തീരുമാനമായിരിക്കും. ഹരിയെ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവരെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. ഇനി എന്തായിരുന്നാലും ഇവരെ കൊല്ലണമെന്ന ഉദ്ദേശമായിരിക്കും. അപ്പോൾ കേസ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകുമല്ലോ. എന്തോ തീരുമാനം ഇല്ലാതില്ല. അല്ലാതെ ഇവൻ ഉപദ്രവിക്കാൻ പോകില്ല. പക്ഷേ ആരാ നമുക്ക് അറിഞ്ഞൂടാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് അലീനയും പറയുന്നുണ്ട്. എന്തായാലും എനിക്കുറപ്പാണ് ഹരിയായിരിക്കും ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മനുവിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്താ അതിലെ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അലീനെ സുഖമായിരിക്കണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് അലീനയുടെ കാര്യം പറയാനല്ല ഞാനിപ്പം വിളിച്ചത്. അവിടെ ശരണ്യയുടെ അച്ഛനെ ഇവിടെ ഉപദ്രവിച്ചിരിക്കുക കുറേ പേർ ചേർന്ന്. അടിയും കുറേ കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലാണ്. എന്തായാലും അത് ആരാ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ നിൻ്റെ അച്ഛനാണെങ്കിൽ കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു കേസിൽ നിന്ന് മാറണമെന്ന്. അവരാണോ ഇത് ചെയ്തതെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിതിനെക്കുറിച്ച് അറിയില്ല, ഞാനൊന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അലീനയുടെ കാര്യം പറയുന്നുണ്ട്. അലീന ഇന്ന് കോളേജിൽ പോയിട്ടും ഉണ്ടായിരുന്നു. ഒന്നും റെഡിയായില്ല. പക്ഷേ എല്ലാം എന്തോ നിമിത്തം പോലെ ഇങ്ങനെയൊക്കെ ഭവിച്ചതായിരിക്കും. എന്തായാലും ഏതെങ്കിലും ഒരു വഴി തുറക്കാൻ കഴിയുമല്ലോ എന്നും പറയുന്നുണ്ട്. എന്തായാലും അലീനയുടെ ഈ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ബബിതയ്ക്കും കൃഷ്ണയ്ക്കും. എന്തായാലും ഇതിനെ നടുവിൽ നിന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് അലീന തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം സഹോദരനെ പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ
ഈ ശരണ്യയുടെ അച്ഛനുണ്ടായിരുന്ന ഈ സംഭവം എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുക. അത് ഏറ്റവും കൂടുതൽ അലീന ഒരു എല്ലാവരെയും അറിയുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ അലീനയ്ക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ സ്ഥാനത്തുമായിരുന്നു. വീട്ടിൽ വളരെ സ്നേഹമുള്ളവരായിരുന്നു. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ആരും വിചാരിച്ചില്ലല്ലോ എന്ന് അലീന ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അലീനയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ശരണ്യയ്ക്ക് ഒരു പൊതുജീവിതം കൊടുക്കാൻ ഇനിയും കഴിയുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത് ഹരിയെ കൊണ്ട് തന്നെ നമുക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റുമെന്ന് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുക, ഞാനും അത് വിചാരിച്ചതാണ്, പക്ഷേ എന്തോ ചില സാഹചര്യങ്ങളിലെ വീട്ടുകാർ ഇതൊന്നും ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഉപദ്രവമെന്നല്ലാതെ എന്താ പറയുക, ആ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഇനി ഇവരെ കൊല്ലാതിരുന്ന. ഇനി എന്താ അവൻ്റെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കരുതിയിരിക്കാൻ പറയണം.